എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിങ് അഭിജിത്ത് മുഴക്കുന്ന. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഒരു പുതുജീവനത്തിന്റെ അതിജീവനം എന്നതിനപ്പുറം ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനായിട്ടുള്ള ഒരു ടൗൺഷിപ്പിന്റെ ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ഇനി അതിനെ വിളിക്കുക. അന്നത്തെ ആ ദുരന്തത്തിൽ നിന്ന് കരകയറിയ മനുഷ്യർ വന്ന് പാർക്കാൻ പോകുന്ന ഇടമാണ്. അവിടുത്തെ മാതൃകാ വീട് നമ്മൾ കണ്ടോ? എങ്ങനെയാണ് മറ്റിടങ്ങളിലെയൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് അഭിജിത്ത്? സുജയ, ഗുഡ് ഈവനിങ്. സർവ്വവും നഷ്ടപ്പെട്ടവരുടെ പ്രതീക്ഷയുടെ കൂടാരങ്ങളാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്നത്. നമുക്ക് പുറകിൽ കാണുന്നതാണ് മാതൃകാ വീട്. അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇനി ചെറിയ ചില മിനുക്കുപണികൾ മാത്രമാണ് ബാക്കി. ഇൻ്റർലോക്ക് ഉൾപ്പെടെ ഇടുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഈ ജോലിക്കാരുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. നാളെയോടുകൂടി ഇപ്പോൾ നമ്മൾ ക്യാമറ അവിടേക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലക്സ് കാണാം. ആ രീതിയിലേക്ക് ഉള്ളൊരു വീട് നാളെ ഇവിടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 16 സുജയ ഈ മാതൃകാ വീടിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചത്. 410 വീടുകൾ ഈ ടൗൺഷിപ്പിൽ പണി പൂർത്തീകരിച്ച് ദുരന്തബാധിതർക്കായി കൈമാറുമെന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺ കൂടിച്ചേരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീട് വിഭാവനം ചെയ്തിട്ടുള്ളത്? വീട് 2 ബെഡ്റൂം, ഹോള്, കിച്ചണ്, 2 ബാത്റൂംസ്, അങ്ങനെയുള്ള എല്ലാ മിനിമം സൗകര്യങ്ങളോടും ചേർന്നിട്ടാണ്. പിന്നെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പം റെഡിയാണ്. നമുക്ക് ഈ കാലാവസ്ഥ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മൂവ്മെൻറ്റ്സ് കണ്ടാലറിയാം, മൂവ്മെൻറ്റ്സ് ഇച്ചിരി പാടാണ്, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. ആ കഷ്ടങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ്. 1, 2 ഈ സാമ്പിൾ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ വീടിൻ്റെയും പ്രശ്നങ്ങൾ ഇതിനകത്തുനിന്ന് പഠിക്കുക എന്നുള്ളതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പല മെറ്റീരിയലും നമ്മൾ കൊണ്ടുവന്നു. അത് കിഫ്കോൺ പോലുള്ള ഏജൻസികൾ വെറ്റ് ചെയ്ത് അതിനുള്ള അപ്രൂവൽ എടുത്ത് ചില മെറ്റീരിയൽ ഇവിടെ സൂട്ടാവില്ല, അപ്പോൾ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ നമ്മളിപ്പം എല്ലാ സ്പെസിഫിക്കേഷനും ഇതിനകത്ത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും 410 വീടിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതേ മാതൃകയിൽ തന്നെയായിരിക്കും മറ്റുള്ള വീടുകളും വരുന്നത്. അപ്പോൾ അതൊരു ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. അതാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ മറ്റു വീടുകളുടെ പ്രവൃത്തിയൊക്കെ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ എപ്പോഴാണ് അത് ഒരു പൂർത്തീകരിക്കാൻ കഴിയും? 110 വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സോൺ 1 വീടുകളുടെ കൺസ്ട്രക്ഷൻ തയ്യാറായിട്ടുണ്ട്. 410-ൽ 110 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് 300 വീടുകളാണ്. ഇവയെല്ലാം ഡിസംബറോട് കൂടി പൂർത്തിയാക്കാൻ കഴിയുമോ അഭിജിത്ത്? അതുകൂടി ചോദിക്കാം. ഇറക്കിയിട്ടാണ് നമ്മൾ പണി ചെയ്യുന്നത്. ഇനി നമ്മൾ വേറെ പ്രീകാസ്റ്റ് പോലുള്ള മെത്തേഡുകളും കൂടെ ഇതിൻ്റെ കൂടെ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പം മറ്റ് വീടുകളുടെ പ്രവൃത്തി നമുക്ക് ഈ ഡിസംബറോട് കൂടി തന്നെ പൂർത്തിയാക്കി നമുക്ക് ഈ ദുരിതബാധിതർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതെ, അത് നമ്മൾ ആൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ ഡിസംബർ ജനുവരി 15 വീടുകൾ ഇപ്പോൾ ഉള്ള ബെനിഫിഷ്യറീസിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കും. ഓക്കെ, താങ്ക് യു സുജയ. അങ്ങനെ തന്നെയാണ് ഡിസംബറോടുകൂടി തന്നെ ഈ 410 വീടുകളും തയ്യാറാക്കി അത് ദുരിതബാധിതർക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതൊരു സന്തോഷകരമായ വാർത്തയാണ് അഭിജിത്ത് മുഴക്കുന്ന ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെത്തി ആ മാതൃകാ വീടിന്റെ നിർമ്മാണം, അത് നിർമ്മിക്കുന്ന ആളുകൾക്കൊപ്പം നിന്നുകൊണ്ടാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്ന. എന്തായാലും അവിടെയുള്ള മനുഷ്യർക്ക് ആ കൂരകൾ ഒരുങ്ങുന്നു. ആ പ്രവർത്തനം എവിടെ വരെയായി എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്ക് പ്രവർത്തനം ഇവിടെ വരെയായി എന്ന് തത്സമയം നമ്മൾ അറിയിക്കുകയായിരുന്നു. അവർക്ക് കൂടൊരുങ്ങി അവർ താമസിക്കുന്നതുവരെ കൂട്ടായി ഉണ്ടാകും റിപ്പോർട്ടർ എന്നത് ഞങ്ങളുടെ വെറും വാക്കല്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും.